Hi everyone, welcome to Competitive Cracker. ഞാൻ കീർത്തന. അപ്പോൾ ഇനി വരുന്ന ഡിസംബർ 2024ലുള്ള എക്സാമിന് ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ ഒരു ലക്കല്ലേ? അവസാന നിമിഷം നമുക്ക് പോയിട്ട് എന്തെങ്കിലും കറക്കി കുത്തിയാൽ ചിലപ്പോൾ കിട്ടിയാലോ? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും മൈൻഡിൽ കൂടെ കടന്നു പോകുന്ന ഒരു ടൈമാണ് അല്ലേ? പ്രത്യേകിച്ചും ഈ ഒരു എക്സാം കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഒരുപാട് സ്ട്രെസ്സുകളും ആങ്സൈറ്റികളും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും. അപ്പം ഒരു കാറ്റഗറിയിലുള്ള കുട്ടികളാണെങ്കിൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടും എവിടെയും എത്താൻ പറ്റാതെ ആയി പോകുന്ന ഒരു കാറ്റഗറി ഉണ്ട്. വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഒരു ലക്കിൽ വിശ്വസിച്ചിട്ട് ഒന്ന് കറക്കി കുത്തിയിട്ട് എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്ത് വരാം എന്നുള്ള ഒരു വിശ്വാസത്തിൽ പോകുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ശരിക്കും ഏതാണ് എഫക്റ്റീവ്? ശരിക്കും ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്താലാണ് നമുക്ക് നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക? അപ്പോൾ UGC നെറ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ടോപ്പ് 10 കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ആദ്യത്തെ 10 കോമ്പറ്റേറ്റീവ് എക്സാംസ് ടഫായിട്ടുള്ളതിൽ നമ്മുടെ UGC നെറ്റും കൂടെ ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെയൊന്നും കിട്ടുന്ന ഒരു എക്സാം അല്ല. അപ്പം നമ്മൾ കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടണം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു ചോദ്യം വരും, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടും ഇതിനു വേണ്ടി ഒരുപാട് സമയം മാറ്റി വെച്ചിട്ടും ഇത് കിട്ടാതെ പോകുന്ന ഒരുപാട് കുട്ടികളില്ലേ? അപ്പം അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്ന മിസ്സേ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഹാർഡ് വർക്കിൻ്റെ എമൗണ്ട് അല്ല ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സ്ട്രാറ്റജിക്കലി കൃത്യമായിട്ട് എവിടെ എഫേർട്ട് ഇടണം എന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വളരെയധികം സ്പെസിഫിക് ഓഷൻ പോലെ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സിലബസ് ആണ് 10 മൊഡ്യൂൾ പേപ്പർ 1ലും 10 മൊഡ്യൂൾ പേപ്പർ 2ലും. ഇതിൽ എന്തും എവിടെ നിന്നും ചോദിക്കാനുള്ള ഒരു ഫ്രീഡം നമ്മുടെ NTA-ക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർ എവിടെ നിന്നാണ് ചോദ്യം ചോദിക്കുക? ഏത് പോർഷനാണ് ഇമ്പോർട്ടൻറ്റ്? ഇപ്പൊ കഴിഞ്ഞ വർഷം ഡിസംബർ 2023 നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഓൾമോസ്റ്റ് 60 to 70% നമ്മുടെ പേപ്പറിൽ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമെട്രിക്സ് എന്നുള്ള പോർഷനാണ് വന്നത്. അതിന് മുന്നേയും 2023 നടന്ന മറ്റു 2 പരീക്ഷയിലും ഇതേ ഒരു പാറ്റേൺ ആണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. പക്ഷെ അതിനു മുൻപ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഇക്കോണമി എന്നുള്ള ഒരു സെക്ഷനാണ് ഫോക്കസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജൂൺ 18 നടന്ന എക്സാമിനും ഇന്ത്യൻ ഇക്കോണമിയാണ് ഫോക്കസ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു മൊഡ്യൂള് മാത്രം വല്ലാതെ ഫോക്കസ് ചെയ്തിട്ട് അതിലേക്ക് ഡെപ്തിൽ ഒരു എക്സാം പോകുമ്പോൾ ആ മൊഡ്യൂള് കൃത്യമായ ഒരു ഡെപ്തിൽ പഠിച്ചിട്ടില്ലാത്ത ഒരു കുട്ടിക്കും ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഉള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ടൈമിൽ നമ്മൾ എല്ലാ മൊഡ്യൂൾസും കൃത്യമായിട്ടുള്ള നല്ലൊരു അനാലിസിസോടുകൂടെ എവിടെയാണ് ഡെപ്തിൽ പോകേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ, ഒരിക്കലും നമ്മൾ റോട്ട് ലേണിംഗ് അല്ലെങ്കിൽ കാണാപ്പാടം പഠിച്ചിട്ട് നമുക്ക് ഒരിക്കലും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഇതിനൊരു കറക്റ്റ് ഗൈഡൻസ് വേണം അല്ലേ? അപ്പം ഈ ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു ലോങ് ബാച്ച് ലോഞ്ച് ചെയ്യുകയാണ്. നമ്മുടെ ടാർഗറ്റ് എന്താണ്? ഡിസംബർ 2024 എന്തായാലും നെറ്റും അതിനൊപ്പം JRF തന്നെ നമുക്ക് എന്തായാലും എന്ത് ചെയ്യണം? ക്രാക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി കൃത്യമായിട്ട് പ്ലാനോടുകൂടെ ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും ക്വിസുകളും അതിൻ്റെ കൃത്യമായിട്ടുള്ള നോട്ടുകളും പ്രൊവൈഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഒപ്പം ഈ ഒരു ഡ്രീമിലേക്ക് എത്താൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറും കൂടി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇത്തവണ നമ്മൾ എന്തായാലും നെറ്റ് ക്രാക്ക് ചെയ്തിരിക്കും. കോമ്പറ്റേറ്റീവ് ക്രാക്കറും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. താങ്ക്